പിന്നെ അത് കഴിഞ്ഞാൽ വൈശാഖ മാസം മുഴുവനും വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ്. കഠിനമായിട്ടുള്ള വ്രതമല്ല, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട്, നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് അതിന് താങ്ങാവുന്ന രീതിയിലുള്ള വ്രതമനുഷ്ഠിക്കുക. വ്രതാനുഷ്ഠാനങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയാണ് ലക്ഷ്യം ഇടുന്നത്. അപ്പോൾ മനസ്സ് ശുദ്ധമാക്കുക, ശരീരം ശുദ്ധമാക്കുക, അതേപോലെ ചിത്തം, വാക്ക്, പ്രവൃത്തി, ഈ മൂന്നും ശുദ്ധമാക്കുക. അപ്പോൾ ആ പ്രധാനമായിട്ടും വ്രതങ്ങളെ പറ്റി പറയുമ്പോൾ ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ആഹാരം ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. പിന്നെ പഴങ്ങൾ, അതുപോലെ തന്നെ മിതമായിട്ടുള്ള ആഹാരവും, വയറ് നിറച്ച് കഴിക്കാതെ, വയറ് പൊട്ടും എന്നുള്ള മട്ടിൽ കഴിക്കാതെ മിതമായിട്ടുള്ള ആഹാരം. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുന്നേ ആയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം, രാത്രിയാകാൻ നിൽക്കരുത്. അതുപോലെ പഴങ്ങളൊക്കെ കൂടുതൽ, ജലവും പഴങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ മാംസാഹാരം ഉപേക്ഷിക്കുക. കഴിയുന്നതും ഈ പച്ചക്കറികൾ തന്നെ, കഴിയുന്നത്ര അത് തന്നെ. ഇനി മാംസം കഴിക്കരുതെന്ന് തന്നെയാണ്. കാരണം അതും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് നോക്കുമ്പോഴും അത്യുഷ്ണമായിട്ടുള്ള കാലാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഈ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ശരീരം കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അത് കൂടുതൽ ക്ഷീണമാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുക. അപ്പോൾ ഏറ്റവും മിതമായിട്ടുള്ള ഭക്ഷണവും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് സാത്വികമായിട്ടുള്ള ഭക്ഷണവും കഴിക്കുക. അതിന് നല്ലത് ഈ മാംസാഹാരം ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണശീലം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വൈശാഖത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട സംഗതി ദാനത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. വൈശാഖ മാസത്തിൽ ദാനം വളരെ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതിൽ തന്നെ ജലദാനമാണ് ഏറ്റവും പുണ്യമായിട്ട് പറയുക. അപ്പോൾ അതും നമ്മുടെ കാലാവസ്ഥയുമായിട്ട്, ഈ ഉഷ്ണത്തിൽ വഴിപോക്കർക്ക് ആയിക്കഴിഞ്ഞാലും ശരിക്കും തണ്ണീർപ്പന്തൽ നിർമ്മിച്ചിട്ട് അവിടെ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അത് ജലദാനം, അതുപോലെ വിശറി, പിന്നെ പാതുകങ്ങൾ, ഈ മൂന്നിൻ്റെയും ദാനം ഒരേപോലെ പറയുന്നുണ്ട്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.